ദൈവത്തെ ഓർത്തു വാഴ്ത്താൻ. യേശുവിന്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, ജോബിന്റെ പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യം. തിന്നാൻ പുല്ലുള്ളപ്പോൾ കാട്ടുകഴുത കരയുമോ? തീറ്റ മുന്നിലുള്ളപ്പോൾ കാള മുക്കറിയിടുമോ? ജോബിന്റെ മറുപടിയിൽ ഒന്നാണ്, എന്റെ ഈ പിടച്ചിലും നിലവിളിയും എന്റെ ഭാരത്തിൽ നിന്നാണ്. നിന്റെ മുമ്പിൽ പുല്ലുള്ളപ്പോൾ നീ കരയില്ല. നിനക്കെല്ലാം സുഭിക്ഷമായിരിക്കുമ്പോൾ നിനക്ക് ദൈവം വേണ്ടല്ലോ, ഓർമ്മയില്ലല്ലോ, വചനം ഓർമ്മയില്ലല്ലോ. തീറ്റ മുന്നിലുള്ളപ്പം കാള അത് മുക്കറിയിടില്ല, തിന്ന് മതിച്ച് ഉല്ലസിച്ച് പോവുകയുള്ളൂ. എന്നാൽ ഞാൻ എന്റെ നിലവിളിയുടെ പിന്നിൽ, എന്റെ ദുരിതത്തിന്റെ, എന്റെ കരച്ചിന്റെ പിന്നിൽ എന്റെ ഭാരമുണ്ട്. എന്റെ മുമ്പിൽ രണ്ടറ്റവും കൂട്ടിമുട്ടാത്തപ്പം, എന്റെ മുമ്പിൽ ദുരിതം മാത്രം വിരുന്ന് വരുമ്പോൾ ഞാൻ പിടയും, ഞാൻ കരയും, ഞാൻ നിലവിളിക്കും. പ്രിയപ്പെട്ടവരെ, ചിലവരുടെ നിലവിളികളും ഭാരവും ദുരിതവും നമുക്ക് മനസ്സിലാവില്ല. ജോബിനോട് ചോദിക്കുക, തിന്നാൻ പുല്ലുള്ളത് കൊണ്ടാണ്, തീറ്റ മുന്നിലുള്ളത് കൊണ്ടാണ് നീ മുക്കറിടാത്തത്, നീ കരയാത്തത്, നീ നിലവിളിക്കാത്തത്, നീ ഉരുകാത്തത്. തീറ്റ മാറുമ്പോൾ, തിന്നാൻ പുല്ലില്ലാതെ വരുമ്പം നീ കാളയെപ്പോലെ മുക്കറിയിടും. ദൈവമേ, നിന്റെ തിരുമുമ്പിൽ എപ്പോഴും എളിമയോടെ എന്റെ ഹൃദയത്തെ അർപ്പിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. ആമേൻ. ആമേൻ. ആമേൻ.